സ്റ്റിച്ചിങ്സിലേക്ക്, അയ്യോ സോറി, ഡ്രീം സ്റ്റിച്ചിങ്സ് അല്ല, ഡ്രീം സ്റ്റിച്ചിങ്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് മുതൽ നമ്മുടെ ചാനൽ ഡ്രീം സ്റ്റിച്ചിങ്സ് ആൻഡ് വ്ളോഗ്സ് എന്നാണ് കേട്ടോ. പേര് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു. പിന്നെ ഞാൻ നിങ്ങളുടെ രമ്യ. നിങ്ങൾക്ക് ഇന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതല്ലേ. ഇത്രയും ദിവസം നിങ്ങളെൻ്റെ ശബ്ദവും എൻ്റെ കൈയും മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ഫേസ് ടു ഫേസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ലല്ലോ, പക്ഷേ നിങ്ങൾക്ക് എന്നെ കാണാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ കുറച്ച് സ്റ്റിച്ചിങ്ങും കുറച്ച് കുക്കിങ്ങും കുറച്ച് എൻ്റർടൈൻമെൻറ്റും ഒക്കെ ചേർക്കാനാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ എനിക്ക് എനിക്ക് ഹെൽപ്പിനായിട്ട് എൻ്റെ മോളും കൂടി എൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ മോളെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ എൻ്റെ മോളൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ എൻ്റെ മോള്. അപ്പോൾ എൻ്റെ മോളുടെ പേര് ലങ്കാശ്രീ എന്നാണ്. ഞങ്ങളെല്ലാവരും ഉണ്ണിക്കുട്ട എന്നാണ് കേട്ടോ ഇയാളെ വിളിക്കാറ്. അപ്പോൾ ഉണ്ണിക്കുട്ട, നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? ശരി. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു അയില പൊള്ളിച്ചത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കിച്ചണിലെത്തിയിട്ടുണ്ട്. കിച്ചണല്ല, വർക്ക് ഏരിയ. നമ്മൾ വർക്ക് ഏരിയയിലാണ് കേട്ടോ കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ നമ്മുടെ അയിലേനെ പൊള്ളിച്ച് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് വരെ നോക്കൂട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം. അപ്പോൾ നമുക്ക് എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പൊള്ളിക്കാനുള്ള അയിലെല്ലാം ഞാൻ വെട്ടി ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് സവാള കണ്ടോ, 2 സവാള, 2-3 കഷ്ണം നമ്മളിനി കഴുകി എടുക്കണം അല്ലേ? ഇത് കഴുകിയിട്ടാണ് ഇനി അടുത്ത പരിപാടിയാക്കാം. ഞാനിവിടെ ഇത് നമ്മുടെ പൊടികളൊന്ന് അരക്കല്ല, ഇതിനെ ഒന്ന് പൊടിച്ചെന്നൊക്കെ പറയുള്ളൂ. ജസ്റ്റ് ഒന്ന് പൊടിച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ സവോള ഉണ്ടല്ലോ, ഈ സവോളേനെ ഒന്ന് ഇട്ടിട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചതച്ചതുപോലെ. അരയാൻ പാടില്ല, ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ആവാനേ പാടുള്ളൂ. മിക്സിയിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓൺ ചെയ്യുക, ഒരു 2-3 പ്രാവശ്യം ഒന്നിങ്ങനെ. അപ്പോൾ അതേ നമ്മൾ കണ്ടോ, നമ്മുടെ സവാളേനെ ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചിയും കൂടി ഒന്ന് ഇട്ടിട്ട് ഇഞ്ചി ഭയങ്കരമായിട്ട് അരയാൻ പാടില്ല, ചെറുതായിട്ടൊന്നിങ്ങനെ ചതഞ്ഞ് കിട്ടാനേ പാടുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ, നമ്മളെല്ലാം ചതച്ച് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ വെളുത്തുള്ളി ഇല്ലേ, ഈ വെളുത്തുള്ളിനെയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതക്കും. ഞാൻ ചതക്കോ? ശരി. പിന്നെ അതേ ഇത് കണ്ടോ, അതേ നമ്മുടെ വാളംപുളി. നമ്മുടെ ഇവിടെയൊക്കെ വാളംപുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേറെ പേര് എനിക്കറിയാൻ വയ്യ. അപ്പോൾ ഈ വാളംപുളി നമ്മളൊരു നെല്ലിക്കയുടെ അത്ര
വലിപ്പത്തിലാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് നനച്ച് കുതിർത്തൊന്ന് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് താൻ ചെയ്യണം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. ഇതും തൻ്റെ പണിയാണേ. കുറച്ചും കൂടി എടുത്തോ, പെട്ടെന്ന് എടുക്ക്, ഫാസ്റ്റായിട്ടൊക്കെ ചെയ്യും. മതി. ഇനി ഒന്ന് നന്നായിട്ട് ഇങ്ങനെ അത് തന്നെ അങ്ങനെ ചെയ്തങ്ങനെ വെച്ചോ കേട്ടോ. മതി. ഇപ്പോഴത്തേനും അമ്മ ചട്ടിയൊക്കെ വെക്കട്ടെ. നമ്മൾ ചട്ടി വെച്ച് അതെ, നമ്മളിപ്പോൾ ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതെ ഇപ്പോൾ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേണ്ടോ, കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ പൊള്ളിക്കാനൊക്കെ ചൂടാൻ തുടങ്ങുമ്പോൾ ചട്ടി ചൂടായിട്ടേ വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. പിന്നെ പൊള്ളിക്കണ കറി ആയതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇനി നല്ല വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ ചതച്ചത്, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് അങ്ങനെ അതൊന്ന് ആ വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമ്മളുടെ ഈ നമ്മൾ അതെ നമ്മുടെ വെളുത്തുള്ളി ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഈ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മളിത് അരച്ച് വെച്ച മസാല ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇനി നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് ഇങ്ങനെ ആവണം. ഇതിൻ്റെ പച്ച ചുവയൊക്കെ മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി അതെ അങ്ങനെ ചെയ്യണം. ഉണ്ടോ? അപ്പോൾ ഉണ്ണിക്കുട്ടൻ നമ്മളിതിങ്ങനെ വഴറ്റുമ്പോഴില്ലേ, നമ്മുടെ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ മസാല എല്ലാം ഈ നമ്മുടെ ചട്ടിമേൽ പറ്റി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് സിമ്മിലിട്ടിട്ട് വേണം ഇതിങ്ങനെ ചെയ്യാൻ കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ നല്ല ഒരു സ്മെല്ലൊക്കെ വരും. ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ പോയി ഒരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ നമുക്കറിയാൻ പറ്റും. കുറച്ച് സമയം നമ്മൾ
അതായത് അതിൻ്റെ ആ രുചിയൊക്കെ ഒന്ന് ഈവണായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് കറിയൊക്കെ ഉണ്ടാക്കിയാലും ലാസ്റ്റ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ടേസ്റ്റൊക്കെ ഒന്ന് എന്താ പറയുക ബാലൻസിങ് ആവും. അപ്പോൾ അത് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്കൊന്ന് അടുപ്പത്ത് വെക്കാം. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. അത് ലാസ്റ്റാണ്, അത് നമുക്ക് അത് നോക്കിയിരുന്നു അമ്മ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇനി തുടങ്ങി നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങും കുക്കിങ്ങും പിന്നെ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതെ, ചാലഞ്ച് എല്ലാം ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ വേണം കേട്ടോ. പിന്നെ എന്താ ഇപ്പോൾ പറയാം, അപ്പോൾ അതായത് നമ്മുടെ മീൻകറി നല്ല തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പം ലോ ഫ്ലെയിമിലാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ചെറിയൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ. അത് വീഡിയോന്റെ ലാസ്റ്റ്. അതെ. അപ്പോൾ ഇതേ ഫ്രണ്ട്സ്, നമ്മുടെ അയിലക്കറി, അയില പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഓഫാക്കിയിട്ട് ഇതിൽ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കുറച്ചൊന്ന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ അയില പൊളിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്നൊരു പാത്രത്തിലോട്ട് മാറ്റാം അല്ലേ ഉണ്ണിക്കുട്ടാ? ഇതാണ് ഞാൻ ലാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഈ നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വന്നതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് അല്ലേ ഇതിൽ ചേർക്കാൻ. പിന്നെ നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ആരും ചാനലിൽ മാറ്റിക്കളയല്ലേ, ഫുള്ളും കാണാം. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ഞങ്ങളുടെ കൂടെ ടേസ്റ്റ് ചെയ്യണമെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അയിലക്കറിയിൽ നിന്ന് ഞാൻ ഒരു അയില ഈ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉണ്ണിക്കുട്ടനാണ് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാൻ പോണം. അപ്പോൾ ഉണ്ണിക്കുട്ട, ഒന്ന് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞേ. അയാൾ കറക്റ്റായിട്ട് പറയും കേട്ടോ. അമ്മ ഉണ്ടാക്കിയത് കൊണ്ടിട്ട് നല്ലതാണെന്ന് മാത്രം പറയൂല, അയാൾ കറക്റ്റ് പറയും എന്താണ് ഇതിൻ്റെ സംഭവം. നോക്ക് എങ്ങനെയുണ്ട്? ആണോ? ശരിക്കാണോ? ശരി. അപ്പൊ കറക്റ്റ് ആയിരിക്കോട്ടെ. അല്ലെങ്കിൽ ഇയാളാണെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയും. ഇപ്പൊ മോശമാണെങ്കിൽ മോശമാണ്. എന്നോട് വീഡിയോ ചെയ്യാൻ പോണെന്ന് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു, അമ്മ ഞാൻ ചീത്തയാണെങ്കിൽ ഞാൻ ചീത്തയെന്ന് പറയട്ടെ. സാധാരണ എല്ലാവരും പറഞ്ഞ പോലെ നല്ലതാന്ന് മാത്രം ഞാൻ പറയൂല. ഞാൻ കറക്റ്റ് റിസൾട്ട് എന്താന്ന് പറയൂന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ചെറിയ വെടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഗ്രേവിയും ഫസ്റ്റ് നല്ല പുളി, നല്ല എരിവ്, ഉപ്പ് പാകത്തിന്, സൂപ്പർ. അപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.